ഹലോ സ്റ്റുഡൻസ്. ഓഗസ്റ്റ് 7-2025 മുതൽ പുതിയതായിട്ട് 2 ക്വസ്റ്റ്യനോട് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതിൽ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്നും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്താണ്, അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സംഭവം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണെന്നാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക നിലയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. നമ്മളതാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് അല്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്താണ്? റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ PT സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ചാനൽ, അതായത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഇതുപോലെ അല്പം ലെങ്തി ആയിട്ടുള്ള PT റിലേറ്റഡ് കണ്ടൻറ്റ് ഞാനിനി തുടർച്ചയായിട്ട് PT സ്റ്റോറീസിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് വരും. ഞാൻ കൂടുതലും ഇൻസ്റ്റഗ്രാമിലായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് യൂട്യൂബ് അധികം ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ ഇനി മുതൽ അത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും PT സ്റ്റോറീസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി വിഷയത്തിലോട്ട് വരാം. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്താണ് സംഭവം? റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് തന്നേക്കും. എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും. ആ പ്രോംപ്റ്റ് അവർ ഓഡിയോ ആയിട്ട് വായിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം. നിങ്ങളൊരു കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ ചെയ്യണം, പ്രൊജക്റ്റുകൾ ചെയ്യണം. അപ്പോൾ ഇത് സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ ലെക്ചററോട് ഈ അസൈൻമെൻറ്റിൻ്റെ ഡെഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ പ്രൊഫസറോട് ചോദിക്കണം. അപ്പോൾ ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ് സിറ്റുവേഷൻ? ഇത് നിങ്ങളുടെ സ്ക്രീനിൽ അത് ഈ പ്രോംപ്റ്റ് ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് അവർ ഓഡിയോ ആയിട്ടും പ്ലേ ചെയ്യും. ഇതൊരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇങ്ങനെയൊക്കെയുള്ള അക്കാഡമിക് സെറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ളത്. ഉദാഹരണം എന്താണ് പറയുന്നത്, ഒരു കസ്റ്റമർ നിങ്ങളെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയുകയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അത് മോശമാണ്, ഇത് മോശമാണ്, കംപ്ലൈൻറ്റ് പറയുകയാണ്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ് സിറ്റുവേഷൻ? ഈ ഒരു സാഹചര്യത്തോടെ നിങ്ങൾ കസ്റ്റമറിനോട് എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പ്രോംപ്റ്റ് കാണും. അത്യാവശ്യം ഒരു ടിപ്സ് പോലെ എന്തെങ്കിലും കാണും. അത് നോക്കി നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പേടിക്കത്തക്ക കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്. നിങ്ങളൊരു സെയിൽസ് മാൻ ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ മാനേജർ നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്, ഈ മാസത്തെ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തില്ലല്ലോ, എന്താണ് അതിൻ്റെ കാരണം, അല്ലെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നൊക്കെയുള്ള നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാനേജറിനോട് പ്രതികരിക്കണം. റെസ്പോണ്ട് ടു ദാറ്റ് സിറ്റുവേഷൻ. ആ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ PT കോർ എന്ന് പറയുന്ന ഒരു എക്സാമിൽ, അതായത് PT കോറിലെ ഒരു എക്സാം സെക്ഷനാണിത്. ഈ PT അക്കാഡമിക് ഉണ്ട്, PT കോറുണ്ട്, PT UKV ഉണ്ട്. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് പറയാം. ഇനി അറിയാൻ വയ്യാത്തവർ ഇത് കാണുന്നുണ്ടല്ലോ. PT അക്കാഡമിക് എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്കും അല്ലെങ്കിൽ ഈ ജോബ് പർപ്പസിനും ഒക്കെ എഴുതുന്നതാണ് PT അക്കാഡമിക്. PT കോർ എന്ന് പറഞ്ഞാൽ കാനഡയിലോട്ട് മാത്രം മൈഗ്രേഷൻ പർപ്പസിന് വേണ്ടി എഴുതുന്ന, പണ്ട് ഈ IELTS ജനറൽ എന്ന പിള്ളേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് സെയിം സംഭവമാണ് PT കോർ. അത് കാനഡയിലോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കാനഡ മൈഗ്രേഷൻ മാത്രം ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന എക്സാമാണ് PT കോർ. PT UKV എന്ന് പറഞ്ഞാൽ ഈ UK വിസ അതിൻ്റെ ഇമിഗ്രേഷൻ അല്ലെ PR പർപ്പസിന് വേണ്ടിയൊക്കെ ഒഫീഷ്യലായിട്ട് എഴുതുന്ന ഒരു എക്സാമാണ് PT UKV എന്ന് പറയുന്നത്. അപ്പോൾ PT കോറിലെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. ഇവരെന്ത് ചെയ്യുമായിരുന്നു അറിയോ? കഴിഞ്ഞ വർഷമൊക്കെ പിള്ളേർ എക്സാമിന് പോകുന്നവർക്ക്, ഈ വർഷത്തിൻ്റെ തുടക്കം വരെയും ഈ PT അക്കാഡമിക് എക്സാമിന് പോകുന്നവർക്ക് ട്രയൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ട്രയൽ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ത്രൂ ഔട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരോട് പറഞ്ഞു വിടുമായിരുന്നു, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ ട്രയൽ ക്വസ്റ്റ്യൻ വരും. അതായത് ആ ക്വസ്റ്റ്യനുകൾക്ക് മാർക്കില്ല, ഈ ക്വസ്റ്റ്യനായിട്ട് സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് വരും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വിടുമായിരുന്നു, ട്രയൽ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പരീക്ഷണമൊക്കെ നടത്തി ഇത് സ്റ്റുഡൻസിന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അവർ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നൊന്നുമില്ല കേട്ടോ. ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂർ അതൊക്കെയാണ് എക്സാം. ചിലപ്പോൾ ഒരു 10 മിനിറ്റോട് കൂടിയെന്നിരിക്കും. അത്രയൊന്നും ഇല്ല. പെട്ടെന്ന് ചെയ്ത് തീരുവാണെങ്കിൽ പെട്ടെന്ന് തീരും. 2 മണിക്കൂർ കൂടുതലൊന്നും എക്സാം പോകാൻ സാധ്യതയില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് കുത്തിയിരുന്ന് ഓരോന്ന് നോക്കി ചെയ്യുന്നവർക്ക് മാത്രം ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ ഇരിക്കേണ്ടി വന്നേക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. ഓക്കെ, ഇനി PT-കാർ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ള ആ ഡോക്യുമെൻ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ? You will read and listen to a prompt giving you instructions
ഫോർ ദ സിറ്റുവേഷൻ. അതായത് യു വിൽ റീഡ് ആൻഡ് ലിസൺ. ഒരു പ്രോംപ്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണും, അത് തന്നെ അവർ വായിക്കുന്നുണ്ടായിരിക്കും. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സിറ്റുവേഷൻ. ഇനി യു ക്യാൻ ടേക്ക് നോട്ട്സ് ആസ് യു ലിസൺ ടു ദ പ്രോംപ്റ്റ്, ബട്ട് യു ഹാവ് ലിമിറ്റഡ് ടൈം ടു ഡൂസ്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് പോലെ എന്തെങ്കിലും എഴുതിയെടുക്കാം, പക്ഷേ അതിനുള്ളൊരു സമയമില്ല. എൻ്റെ അഭിപ്രായം അത് തന്നെ കേട്ടോ. അതിനുള്ളൊരു സമയം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുത്തി വരച്ചാലേ എഴുതി എടുക്കാം, എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് വായിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായി? റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമ്മളിപ്പോൾ എത്ര നാളും കൊണ്ട് പഠിപ്പിക്കുന്ന ഇതിനൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന, ആ പ്രോംപ്റ്റൊക്കെ നോക്കി തന്നെ പറയാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷനെ കുറിച്ച് എനിക്കൊരു പാനിക്കും പ്രത്യേകിച്ച് തോന്നിയില്ല. ആകെ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയൊന്ന് സെറ്റ് ആക്കുമെന്ന. അതിൻ്റെ ഇപ്പം നല്ല അടിപൊളി ടെംപ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കണ്ടന്റ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെംപ്ലേറ്റ്, അതാണ് നീ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടന്റ് കൂടുതൽ, അല്ലാതെ ഈ മെമ്മറൈസ്ഡ് ആയിട്ട് കാണാപ്പാടം പറയാൻ അങ്ങനല്ല. ഒരു ടെംപ്ലേറ്റ് പോലെ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടന്റും കൂടെ പെട്ടെന്ന് ഉൾപ്പെടുത്തി ആ ഫ്ലോയ്ക്ക് പറയാൻ പറ്റുന്ന സംഭവം, അതാണ് ഞാൻ ഈ ടെംപ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഒഫീഷ്യലി ടെംപ്ലേറ്റ്സ് ഒന്നും അക്സെപ്റ്റഡ് അല്ലാതെ എല്ലാം ബാൻ ചെയ്തു. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ആഫ്റ്റർ ദ ഓഡിയോ എൻഡ്സ് യു വിൽ നീഡ് ടു റെസ്പോണ്ട് ടു ദി സിറ്റുവേഷൻ ഇൻ 40 സെക്കൻഡ്സ്. 40 സെക്കൻഡ് നിങ്ങൾക്ക് പറയാൻ കാരണം അത് നിങ്ങൾ 40 സെക്കൻഡ് പറയണം. 40 ഒന്നും പറയേണ്ട, ഒരു 25 to 30 സെക്കൻഡ്സ് ഒക്കെ വൃത്തിക്ക് പറഞ്ഞാലും മതി. 30 സെക്കൻഡ് പറഞ്ഞാൽ നല്ലത്. അത്രയൊക്കെ പറഞ്ഞാൽ തന്നെ നല്ല കാര്യമായിരിക്കും. ഇനി ഒരു പ്രാക്ടീസ് പ്രോംപ്റ്റ്, ഒരു എക്സാമ്പിൾ പോലെ അവർ തന്നേക്കുന്നത്, യു ആർ ഡൂയിങ് എ ഗ്രൂപ്പ് പ്രൊജക്ട് ഫോർ എ ക്ലാസ്. ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യാണ്. ദ അതേഴ്സ് മെമ്പേഴ്സ് ഓഫ് യുവർ ഗ്രൂപ്പ് ഹാവ് ആസ്ക്ഡ് യു ടു പ്രിപ്പയർ ദ സ്ലൈഡ്സ് ഫോർ ദ പ്രസൻറ്റേഷൻ. നിങ്ങളൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ കുറച്ച് വേറെ ആളുകളുണ്ടല്ലോ. ആ പ്രൊജക്റ്റിലുള്ളവർ എന്ത് ചെയ്യുന്നു, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഈ പ്രസൻറ്റേഷനുള്ള സ്ലൈഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. യു ആർ വില്ലിങ് ടു ഡു ദ സ്ലൈഡ്സ്. നിങ്ങളത് ഉണ്ടാക്കാൻ റെഡിയാണ്, ആ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണ്. ബട്ട് നീഡ് ദം ടു ഗീവ് യു ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് ബിഫോർ ദ വീക്കെൻഡ്. അതായത് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ഇൻഫർമേഷൻ എല്ലാം ഇവർ നിങ്ങൾക്ക് തരണം ബിഫോർ ദ വീക്കെൻഡ്. വീക്കെൻഡിന് മുമ്പിൽ അവർ തരികയാണെങ്കിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണ്. വാട്ട് വുഡ് യു സേ ടു ദം? ഇവരോട് എന്ത് പറയും എന്നുള്ളതാണ് ഒരു പ്രോംപ്റ്റ് വന്നിരിക്കുന്നത്. ഞാനത് നിങ്ങളോട് പറഞ്ഞു, ഒരു അക്കാഡമിക് സെറ്റിങ്ങിൽ, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വർക്കിംഗ് സെറ്റപ്പിലൊക്കെ ഉള്ളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. സംഭവം ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ, പ്രോംപ്റ്റിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. ഞാൻ അതിലോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. നമ്മൾ അതിനുവേണ്ടി വേറൊരു സെഷൻ ഞാൻ ചെയ്യാം. നമ്മുടെ സമയം അതിന് അങ്ങ് പോകും. ഈ വീഡിയോയുടെ പർപ്പസ് അതല്ലല്ലോ. അപ്പോൾ തന്നെ പ്രോംപ്റ്റിൻ്റെ അകത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കാൻ പറ്റും. പോട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ്, ഡൂസ് ആൻഡ് ഡോൺസ് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയോ. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഒക്കെയാണ്. എന്താണ് ഇതിൻ്റെ ഡൂസ്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് PTEക്കാർ ഒഫീഷ്യലി പറയുന്നത്. നോക്കിയേ. സ്പീക്ക് ലൈക്ക് യു ആർ ടോക്കിംഗ് ടു ദ പേഴ്സൺ ഓർ പീപ്പിൾ. യൂസ് ദ ഫസ്റ്റ് പേഴ്സൺ, ഐ, നോട്ട് ദ തേർഡ് പേഴ്സൺ. എക്സാമ്പിൾ ഹി. അതായത് ഐ ഉപയോഗിച്ച്, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം ഹിം അല്ലെങ്കിൽ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ ഐ ഉപയോഗിച്ച് പറയുക. യൂസ് ദ ഫസ്റ്റ് പേഴ്സൺ, ഐ. അല്ലാതെ ഹി എന്ന ഉപയോഗിച്ച് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ഉപയോഗിച്ച് പറയാതെ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം ഹിം അബൌട്ട് ദിസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഹിം അബൌട്ട് എ സർട്ടൻ തിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ്. സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്പണിംഗ് ഡിപ്പെൻഡിങ് ഓൺ ഹൂ യു ആർ ടോക്കിംഗ് ടു. അതായത് ഒരു ഓപ്പണിംഗ് വെച്ച് തുടങ്ങാം. ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ സാർ അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. എക്സ്ക്യൂസ് മീ വെച്ച്, പ്രൊഫഷണൽ ആണെങ്കിൽ എക്സ്ക്യൂസ് മീ വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. നോ പോയിന്റ്. കവർ ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദ പ്രോംപ്റ്റ് വിത്തൗട്ട് മിസ്സിങ് ഔട്ട് ഓർ ചേഞ്ചിങ് എനി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പം തന്നെ ഈ എക്സാമ്പിൾ പ്രോംപ്റ്റിൻ്റെ അകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്, അപ്പം പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഈ മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് വേണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ പോയിന്റ് മിസ്സാവാതെ നിങ്ങൾ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചിരിക്കണം. ആ പോയിന്റ് മിസ്സാവാതെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഒന്നും മിസ്സാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാലിറ്റി ആൻഡ് ടോൺ ഓഫ് ദ സിറ്റുവേഷൻ. ഇഫ് യു ആർ ടോക്കിംഗ് ടു എ കൊളീഗ്, ഫ്രണ്ട് ഓർ യുവർ പ്രൊഫസർ, ആർ യു ബീങ് അസേർട്ടീവ് ഓർ പെർസുവേസീവ് ഇൻ വാട്ട് യു ആർ സെയിങ്. അതായത് ഓരോരുത്തരോട് പറയേണ്ട രീതിക്ക് അനുസരിച്ച്, ടോണിനനുസരിച്ചും പറയണം. പ്രൊഫസറിനോട് പറയേണ്ടത് പ്രൊഫസറിനോട് പറയണം. കൊളീഗിനോട്, കൂടെ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കണം. അല്ല ഫ്രണ്ടിനോട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാലിറ്റി ആൻഡ് ടോൺ ഓഫ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തിൻ്റെ ഒരു തീവ്രതയ്ക്ക് അനുസരിച്ച് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ ടോണിന് മാറ്റം വരുത്തുക. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ ഇവർ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറേ ടിപ്പുകളും പൊടിക്കൈകളും സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്.
അത് ഉപയോഗിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഇവർ ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങളെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മളിത് എന്താണ് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കത്രേ ഉള്ളൂ. യൂസ് കോൺട്രാക്ഷൻ, ദേ വിൽ, ഐ വിൽ, ബിക്കോസ് ഇറ്റ്സ് എ സ്പോക്കൺ സിറ്റുവേഷൻ ആൻഡ് യു വാണ്ട് ടു ബി ഫ്ലുവൻറ്റ്. അതായത് ദേ വിൽ അല്ലെങ്കിൽ ഐ വിൽ എന്നൊക്കെ നമ്മൾ ഈ ഐ ഡു ഇറ്റ്, അതായത് ഐ വിൽ എന്ന് പറയുന്നത് ഐ ഡു ഇറ്റ്, മനസ്സിലായി അങ്ങനെയൊക്കെ പറയത്തില്ലേ. ദേ വിൽ ബി ഡൂയിങ് ഇറ്റ്, ദേ വിൽ ബി, ആ വില്ലെന്നുള്ളത് ശരിക്ക് ഉച്ചരിച്ച് പറയാതെ ദേ വിൽ ബി ഡൂയിങ് ഇറ്റ് അങ്ങനെ പറയാമെന്നാണ് അവർ പറയുന്നത്. കോൺട്രാക്ഷൻസ് ഉപയോഗിക്കാം, യൂസ് കോൺട്രാക്ഷൻസ്, അതിൻ്റെ ഒന്നും കാര്യമില്ല, അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, എങ്കിലും അങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഒഫീഷ്യലി അവർ അംഗീകരിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, യൂസ് പൊളൈറ്റ് ലാംഗ്വേജ് എഫക്റ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ പേഴ്സൺ പീപ്പിൾ യു ആർ ടോക്കിംഗ് ടു. അത് മുമ്പേ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാലിറ്റി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യൂസ് പൊളൈറ്റ് ലാംഗ്വേജ് എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡായിട്ട് സംസാരിക്കരുത്. ഐ വാണ്ട് യു ടു ഡു ഇറ്റ് എന്ന് പ്രൊഫസർ എന്നോട് ചോദിക്കാൻ പറ്റുമോ? ഐ വാണ്ട് യു ടു ഗീവ് മീ ലീവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഹൈ സർ, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എ ലീവ് ദ നെക്സ്റ്റ് ഡേ ഫോർ ദ നെക്സ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് വളരെ പൊളൈറ്റായിട്ടല്ലേ പ്രൊഫസറിനോട് സംസാരിക്കാൻ പറ്റും. അതേസമയം വേണമെങ്കിൽ കൊളീഗിനോടാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി നമുക്ക് അല്പം പൊളൈറ്റ് അല്ലാത്ത രീതിയിൽ, ഫോർമൽ അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാം. പോട്ടെ, ഇനി അതിൻ്റെ അപ്പോൾ അതാണ് അതിൻ്റെ ഡൂസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫോർമലായിട്ട് സംസാരിക്കണം, അതിൻ്റെ ടോൺ സംസാരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ആ പ്രോംപ്റ്റിൽ നിന്നെടുത്ത് അതൊക്കെ ഉൾപ്പെടുത്തി പറയാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് ഡൂസ്. ഇനി ഡോൺസ് നോക്കുകയും, ഡു നോട്ട് ഫോർഗെറ്റ് ടു മെൻഷൻ ഓൾ ദി കീ പോയിന്റ്സ് ഫ്രം ദ പ്രോംപ്റ്റ്. അതായത് ആ പ്രോംപ്റ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ചേഞ്ച് ദ ഇൻഫർമേഷൻ, ഡു നോട്ട് ചേഞ്ച് ദ ഇൻഫർമേഷൻ. അതിൻ്റെ എക്സാമ്പിൾ അവർ തന്നിരിക്കുന്ന, ഇഫ് ദ പ്രോംപ്റ്റ് സേസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ബട്ട് യു സേ സാറ്റർഡേ, ദിസ് ഈസ് എ കണ്ടന്റ് എറർ. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് അത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ അകത്ത് പറയാത്തൊരു കണ്ടന്റ് പറയരുത്. ഡു നോട്ട് ചേഞ്ച് ദ ഇൻഫർമേഷൻ. വീക്കെൻഡ് എന്താ പറയുന്നത്, പ്രോംപ്റ്റിൻ്റെ അകത്ത് എന്തേക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും പറയാം സാറ്റർഡേ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, കണ്ടന്റ് എററാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അത് ശരി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ, അതായത് ഫാക്ച്വൽ എറർ ഉണ്ടാക്കരുത്, കണ്ടന്റ് എറർ ഉണ്ടാക്കരുത്. ഓക്കെ, ഇനി ജസ്റ്റ് കോപ്പി ദ വേർഡ്സ് ഫ്രം ദ പ്രോംപ്റ്റ്. അതായത് ഡു നോട്ട് ജസ്റ്റ് കോപ്പി ദ വേർഡ്സ് ഫ്രം ദ പ്രോംപ്റ്റ്. പ്രോംപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് അതുപോലെ തന്നെ കോപ്പി അടിച്ച് ചുമ്മാ അങ്ങ് വായിച്ച് വിടരുത്, കലവില അങ്ങനെ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. പോട്ടെ, അത് നമ്മൾക്ക് അങ്ങനെ കോപ്പി അടിക്കേണ്ട അത്രയും ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി റീഫ്രൈസ് ചെയ്ത് പാരാഫ്രൈസ് ചെയ്താണല്ലോ പറയുന്നത്. നമുക്ക് അങ്ങനെ കട്ടയ്ക്ക് കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, യൂസ് ലിമിറ്റഡ് എക്സ്പ്രഷൻസ് ആൻഡ് റെപ്പറ്റീഷൻ ടു റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. ഡു നോട്ട് യൂസ്, അതായത് നിങ്ങൾ യൂസ് ലിമിറ്റഡ് എക്സ്പ്രഷൻസ് ആൻഡ് റെപ്പറ്റീഷൻ ടു റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻ. അത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഐ വുഡ് ലൈക്ക് എന്നിങ്ങനെ റെപ്പറ്റീഷൻ ചെയ്ത് പറയരുതെന്നാണ് പറയുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി പ്രീ മെമ്മറൈസ് ആൻ ആൻസർ. ഇനി പ്രീ മെമ്മറൈസ്, അതായത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്ന പോലെ പ്രീ മെമ്മറൈസ് ചെയ്ത് പറയരുത് എന്നാണ് പറയുന്നത്. ദിസ് വിൽ നോട്ട് കവർ ദ മെയിൻ പോയിന്റ്സ് ഫ്രം ദ സിറ്റുവേഷൻ ആൻഡ് ദിസ് വിൽ ബി സ്കോർഡ് വെരി ലോ. അതായത് പക്ക അങ്ങ് കാണാപ്പാടം പഠിച്ച് പോയിന്റുകൾ പറയാതെ ഈ ടെംപ്ലേറ്റ് മാത്രം പറയുന്നവരുണ്ട്, ഇതിൻ്റെ അകത്തെ കണ്ടന്റ് ഉൾപ്പെടുത്താതെ പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്ക് നിങ്ങളുടെ പോകും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും എന്നാണ് അവർ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നത്. ഡു നോട്ട് സമ്മറൈസ് ദ സിറ്റുവേഷൻ, ദിസ് ഈസ് നോട്ട് എ സമ്മറൈസ് ടാസ്ക്. അതായത് നിങ്ങളൊരു പ്രോംപ്റ്റ് കണ്ടു, അതിൻ്റെ സമ്മറി പറയുക എന്നുള്ളതല്ല നിങ്ങളുടെ ടാസ്ക്. ഹൗ ഡു യു റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, അതാണ് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് സമ്മറൈസ് ദ സിറ്റുവേഷൻ. നിങ്ങൾ ആ സാഹചര്യത്തെ സമ്മറൈസ് ചെയ്ത് വെക്കരുത്. കാര്യം സമ്മറി അല്ല, റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അവർക്ക് അറിയേണ്ടത്, അല്ലാതെ അതിൻ്റെ സമ്മറി അല്ല എന്നുള്ളതാണ്. ബി ടു പൊളൈറ്റ് ഇഫ് യു ഹാവ് എ സ്ട്രോങ് റിക്വസ്റ്റ്. ചൂസ് ദ റൈറ്റ് ലാംഗ്വേജ് ഫോർ ദ റൈറ്റ് കോണ്ടെക്സ്റ്റ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. നിങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊളൈറ്റാണ് അങ്ങ് വിനയകുലീനനായിട്ട് അങ്ങനെ സംസാരിക്കേണ്ട. ഒരു ഫോർമൽ ലാംഗ്വേജിൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. പോട്ടെ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല. ഗിവ് യുവർ ഒപ്പീനിയൻ ഓൺ വെദർ ദ ടാസ്ക് ഈസ് റീസണബിൾ ഓർ നോട്ട്, ഓർ മേക്ക് സജഷൻസ് ഓൺ ഹൗ ദ സിറ്റുവേഷൻ കുഡ് ബി ഇംപ്രൂവ്ഡ്, റിസോൾവ്ഡ് ഓർ ചേഞ്ച്ഡ്. അതായത് do not give your opinion on whether the task is reasonable or not, or make suggestions on how the situation could be improved. Okay, do not, അതായത് ചുമ്മാ ആവശ്യമില്ലാത്ത സജഷൻസ് പറയരുത്. നിങ്ങൾ കയറി വെറുതെ ഈ സാഹചര്യം അങ്ങനെ വന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ വന്നത് ശരിയായില്ല എന്ന് പറഞ്ഞ് ചുമ്മാ കയറി ഒപ്പീനിയനോ സജഷൻസോ പറയരുത്. ഡു നോട്ട് ഗീവ് യുവർ ഒപ്പീനിയൻ ഓൺ വെദർ ദ ടാസ്ക് ഈസ് റീസണബിൾ ഓർ നോട്ട്. ഈ ടാസ്ക് അത്ര പോരാ, അല്ലെങ്കിൽ ഇത് ഇച്ചിരി ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്,
അല്ലെങ്കിൽ ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടു ഹാൻഡിൽ, അങ്ങനെ ചുമ്മാ കയറി അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയരുത് എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം വെറുതെ കയറി അങ്ങനെ പറയരുത്. അപ്പോൾ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചുമ്മാ കയറി കഥ പറയാനുള്ളതല്ല. ഫാക്ച്വൽ എറർ, അതിൻ്റെ അകത്ത് തരാത്ത ഇൻഫർമേഷൻ പറഞ്ഞ് ഫാക്ച്വൽ എറർ ഉണ്ടാക്കാനല്ല, കണ്ടൻറ് എറർ ഉണ്ടാക്കാനല്ല, നിങ്ങൾ അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ വൃത്തിക്ക് പറയുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നേരത്തെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പൊട്ടിക്കൈകളുള്ള ഒരു സംഭവമാണ്. ഇത് പുതിയതായിട്ട് അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ PT അക്കാഡമിക്കാർക്ക് അറിയത്തില്ലല്ലോ ഇത് സംഭവത്വമാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക്ക് മാത്രമാണ്. ഇപ്പോഴാണ് ഉള്ളവരെല്ലാം കൂടെ August 7th മുമ്പ് എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ ദൈവമേ എന്തുമാത്രം കോളുകളാണ് ഒരു ദിവസം വരുന്നതെന്നറിയോ. നമ്മളാകുമ്പോൾ വൗച്ചർ കോഡൊക്കെ ഉപയോഗിച്ച് ഇച്ചിരി പ്രൈസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടേതല്ലാത്ത പിള്ളേർ പോലും നമ്മളെ കിടന്ന് വിളിയോട് വിളിയാണ്. നമ്മൾ അതായത് ഇപ്പം വളരെ പ്രൈസ് കുറച്ചാണല്ലോ, 1500-300 നമ്മൾ കൊടുക്കുന്നത്. പുറത്തുനിന്ന് എടുക്കുന്നവർക്ക് വളരെ പൈസ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ August 7th മുമ്പ് എടുക്കാൻ അങ്ങ് ഭയങ്കര ധൃതി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ അവരിങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി യൂഷ്വൽ ആൻഡ് വെരി നോർമൽ. നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് തരുന്നു. ആ പ്രോംപ്റ്റ് നിങ്ങളുടെ സ്ക്രീനിൽ എഴുതിയേക്കുന്നത് തന്നെ ഓഡിയോ പ്ലേ ചെയ്യുന്നു. നിങ്ങളത് കേട്ടതിന് ശേഷം ഒരു 40 സെക്കൻഡ് പറയുക എന്നുള്ളതേ ഉള്ളൂ. ആ പ്രോംപ്റ്റിൻ്റെ അകത്തൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് പാരാഫ്രൈസ് ചെയ്ത് റീഫ്രൈസ് ചെയ്ത്, അതായത് കാണാപ്പാടാൻ പറയുവാണെന്ന് തോന്നിപ്പിക്കാതെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ആൻസറും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. നിങ്ങളിത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, പാനിക് ആവേണ്ട കാര്യമില്ല. സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇവർ പറയുന്നത് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പറയണമെന്നൊന്നും ഇല്ല താനും. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുക, സമാധാനത്തോട്ടിരിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്. ഇപ്പോൾ തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ അല്ലെങ്കിൽ മറ്റ് സെക്ഷനുകളുടെയും ഒക്കെ കണ്ടൻറ്റുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. Thank you for now.